ഹായ് ഡിയവൻസ്, എല്ലാവർക്കും ടോസ് അക്കാഡമിയിലെ കേറ്റഡ് 2023 എക്സാമിനേഷന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം നമ്മൾ എക്സാം ഡേറ്റ് ഒക്കെ നമ്മൾ അറിഞ്ഞു. ഡിസംബർ 29-30 ഒക്കെ ആയിട്ട് കേറ്ററ്റിന്റെ പല കാറ്റഗറി എക്സാമിനേഷൻസ് നടക്കുകയാണ്. അപ്പൊ എല്ലാവരും അവരുടെ ഫൈനൽ പ്രിപ്പറേഷൻസും റിവിഷൻസും ഒക്കെ ഭയങ്കര തകൃതിയായിട്ട് നടക്കുന്ന ടൈമാണ്. സോ ഈ ഒരു ടൈമിൽ ചൂസ് അക്കാഡമി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഡിഫിക്കൽട്ട് ആൻഡ് കൺഫ്യൂസിംഗ് ക്വസ്റ്റ്യൻസ് ഓഫ് കേറ്റഡ് കാറ്റഗറി 3 ഇംഗ്ലീഷ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കേറ്റഡ് കാറ്റഗറി 3 ഇംഗ്ലീഷിൽ നമ്മളെ കുഴപ്പിക്കുന്ന, നമ്മളെ കൺഫ്യൂസിംഗ് ആക്കുന്ന, എന്നാൽ എളുപ്പത്തിൽ നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഡിഫിക്കൽട്ട് ഏരിയാസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് കാണുക. ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അതിന്റെ എക്സ്പ്ലനേഷൻസും ആണ് ഈ ഒരു ഫർദർ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. Atlas, I take off. My circle clubs in awkward reverence. These lines are taken from Fernhill, The Wastelands, The Memory of W.B. Yeats, Churchgoyle. The answer is Churchgoyle. ഇതിൽ നിന്നും നമ്മൾ ശരിക്കും പറഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ സെയിം ക്വസ്റ്റ്യന്റെ ഫോട്ടോ കോപ്പി നമുക്ക് കാണാൻ പറ്റുമോ? നെവർ, ഒരിക്കലും ഇല്ല. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻസിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്, ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, ക്വസ്റ്റ്യൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് പാറ്റേൺ ഓഫ് ആസ്കിങ് ക്വസ്റ്റ്യൻസ്. അപ്പൊ നമുക്ക് മനസ്സിലാകും ഇതുമായി ബന്ധപ്പെട്ട് നോക്കുവാണെങ്കിൽ എന്താണ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ, ലിറ്ററേച്ചർ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ നോക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും പോയത്തിന്റെ ലൈൻ വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. എല്ലാ പ്രശ്ന പരീക്ഷയിലും ഉണ്ടായിരുന്നു, ഇനിയും ഉണ്ടാകുക തന്നെ ചെയ്യും. ഇനി നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് ഫേമസ് പോയംസും അതിന്റെ ലൈൻസും പോയിറ്റും നമുക്ക് എഴുതി ഒരു ചാർട്ട് പോലെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് വളരെ കുറച്ച് പോയംസും അതിന്റെ ലൈൻസും മാത്രമാണ്. ഇതിനകത്ത് ഞാൻ എടുത്തിട്ടുള്ളത് എലിയറ്റിന്റെ ലവ് സോങ് ഓഫ് ജെ ആൽഫ്രഡ് പ്രുഫോക്ക്, വില്യം ബ്ലേക്കിന്റെ ടൈഗർ, റോബർട്ട് ബോൺസിന്റെ ഓഫ് മൈ ലവ്, അതുപോലെ വില്യം വേർഡ്സ്വർത്തിന്റെ, റോബർട്ട് ബ്രൂക്കിന്റെ എലിയറ്റിന്റെ വേസ്റ്റ്ലാൻഡിലെ ലൈൻ, W.H. ഓഡന്റെ ലൈൻ, എമിലി ഡിക്കൻസിന്റെ പോയിട്ടിലൊന്നും ടൈറ്റിൽസ് ഇല്ല, പക്ഷെ അതിന്റെ ഫസ്റ്റ് ലൈൻ തന്നെ ടൈറ്റിൽ ആയിട്ട് മാറുന്നത്, ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത്, ഐ ഫെൽറ്റ് എ ഫ്യൂണറൽ ഇൻ മൈ ബ്രെയിൻ. അതൊക്കെ എമിലി ഡിക്കൻസിന്റെ പോയിന്റ് ലൈൻസ് ആണ്. റുഡിയാർഡ് കിപ്ലിങ്ങിന്റെ പോയം എടുത്തിട്ടുണ്ട്, PB ഷെല്ലിയുടെ പോയം എടുത്തിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് ലിസ്റ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒറ്റ കിട്ടുന്നത് അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് കുറെ ലിറ്റററി വർക്ക്സ് പഠിക്കാൻ പറ്റും, കുറെ പോയിറ്റ്സ് നിങ്ങൾക്ക് പരിചയപ്പെടാൻ പറ്റും, അറ്റ് ദ സെയിം ടൈം ഇമ്പോർട്ടൻറ്റ് വർക്ക്സിന്റെ ഫസ്റ്റ് ലൈൻസ് നോക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനത്തെ ചാർട്ട്സ് ഒക്കെ പ്രിപ്പറേഷൻസ് ഫൈനൽ അപ്പ് ചെയ്യുക. ഈ ഒരു സമയത്ത് ഇതുപോലത്തെ കുറച്ച് നോട്ട്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ ഫൈനൽ ടൈമിൽ ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് 2-3 മാർക്സ് ഈ ഒരു പ്രിപ്പറേഷൻ വഴി നിങ്ങൾക്ക് ഉറപ്പിക്കാൻ സാധിക്കും. Next question. Which of the following is a life narrative of Kamala Das? Kamala Dasന്റെ വിവാദമായ അവരുടെ ഓട്ടോബയോഗ്രഫി ആയിരുന്നു മൈ സ്റ്റോറി, അല്ലെ? കാരണം എന്റെ കഥ ഇത്രമായി തീവ്രമായിട്ട് പ്രണയത്തോട് ആവേശമുണ്ടായിരുന്ന ഒരു എഴുത്തുകാരില്ല. കമലാദാസിന് അത്രയും ഇഷ്ടമായിരുന്നു പ്രണയിക്കാൻ. അപ്പൊ അവരുടെ എന്റെ കഥ എന്ന് പറഞ്ഞ പുസ്തകം മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, മൈ സ്റ്റോറിയാണ്. അപ്പൊ ഇത് നമ്മളെ ഒന്ന് കൺഫ്യൂസിങ് ആക്കാനാണ് ആൻ ഓട്ടോബയോഗ്രഫി എന്നുള്ള വർക്ക് ഇട്ടിട്ടുള്ളത്. അത് നിങ്ങൾ കൺഫ്യൂസിങ് ആകരുത്. അപ്പൊ ഇതിനു വേണ്ടി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യണം. ഇതുപോലെ ഫേമസ് ആയിട്ടുള്ള ഓട്ടോബയോഗ്രഫിയും അവരുടെ റൈറ്റേഴ്സിന്റെ പേരും ലിസ്റ്റ് ഔട്ട് ചെയ്യാം. പ്രിപ്പറേഷൻസ് ഓഫ് ലിസ്റ്റ്, പ്രിപ്പറേഷൻസ് ഓഫ് ചാർട്ട്, അത് രണ്ടും ലിറ്ററേച്ചർ പഠിക്കാൻ നമ്മൾ ഒരു, കാരണം നമ്മൾക്കറിയാം ലിറ്ററേച്ചർ ഇസ് വെരി 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 വാസ്റ്റ് ടോപ്പിക്. കാരണം എപ്പോഴും അപ്ഡേഷൻസ് സംഭവിക്കുന്ന വളരെ വലുതായിട്ടുള്ള ഒരു ബ്രാഞ്ചാണ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അതിനകത്തെ ഡേറ്റ്സ്, ഓതേഴ്സിന്റെ പേര്, ക്യാരക്ടേഴ്സ്, വർക്ക്സ്, ഇതെല്ലാം ഓർത്തിരിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യം അല്ല. അപ്പൊ ഇതുപോലെ നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. ഇപ്പൊ നമ്മൾ കണ്ടിരുന്നു ക്വസ്റ്റ്യൻ അകത്ത് ആൻ ഓട്ടോബയോഗ്രഫി എന്ന് കണ്ടിരുന്നു. ആൻ ഓട്ടോബയോഗ്രഫി അഗത ക്രിസ്റ്റിയുടെ ഓട്ടോബയോഗ്രഫിയാണ്. മൈ ഓട്ടോഗ്രഫി ചാർലി ചാപ്ലിന്റെ ഓട്ടോബയോഗ്രഫിയാണ്. മൈ സ്റ്റോറി ആൻ ഓട്ടോബയോഗ്രഫി, മൈ ഓട്ടോബയോഗ്രഫി. നോക്കിക്കേ, ഒരു ചെറിയ ആ ഒരു പ്രിഫിക്സിൽ തന്നെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് എത്ര കഥകളാണ് മാറി വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ കൺഫ്യൂഷൻസ് ആകും. അപ്പൊ ആ കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ നമ്മൾ ഇതുപോലത്തെ ചാർട്ട്സും ഡയഗ്രാംസും ഒക്കെ പ്രിപ്പയർ ചെയ്യും. ഡയഗ്രാംസും ചാർട്ട്സും ലിസ്റ്റും ഒക്കെ പ്രിപ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ടൈം കൺസ്യൂമിങ് കുറയ്ക്കാനും പറ്റും, പെട്ടെന്ന് കാര്യങ്ങൾ ഓർത്തിരിക്കാനും പറ്റും, ഫൈനൽ റിവിഷൻ സമയത്ത് പെടപെടയുന്ന കാര്യങ്ങൾ നോക്കാനും പറ്റും.
Who is the protagonist in James Joyce, A Portrait of the Artist as an Young Man? അതിന്റെ ആൻസർ നിങ്ങൾക്കറിയാം, സ്റ്റീഫൻ എഡാലസ് ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, എന്താണ്, പല വർക്ക്സുകളുടെയും പ്രൊട്ടാഗണിസ്റ്റുകളെ പറ്റി നമുക്ക് പഠിക്കേണ്ടത് ആവശ്യമാണ്. അതിനും എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ വർക്ക്സ് ആൻഡ് പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ നിങ്ങൾ ഓർക്കും, ഞങ്ങൾക്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം ഉണ്ടാവുള്ളൂ. പക്ഷെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾ നോർമലി ഓപ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, ലിസ്റ്റും ചാർട്ടും ഒന്നും നമുക്ക് ഇതുപോലെ റെഡിലി അവൈലബിൾ അല്ല. ഓക്കെ, നമുക്ക് റെഡി ടു ഈറ്റ് കാറ്റഗറിയിൽ കിട്ടുന്ന ഫുഡ് ഐറ്റംസിന് ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, വളരെ കുറച്ച് ഫുഡ് ഐറ്റംസ് മാത്രമാണ് നമുക്ക് റെഡി ടു ഈറ്റ് കാറ്റഗറിയിൽ കിട്ടത്തുള്ളൂ. പക്ഷെ എന്നാൽ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോയി ഓർഡർ ചെയ്യുവാണെങ്കിൽ, നമ്മൾ തന്നെ കസ്റ്റമൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി വിഭവങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഈ ലിസ്റ്റ് പ്രിപ്പറേഷൻസിന്റെ കാര്യം. നമ്മൾ തന്നെ ഒരു റെസിപ്പി ക്രിയേറ്റ് ചെയ്ത് ആ ഫുഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഒരിക്കലും ആ റെസിപ്പി മറന്നു പോകത്തില്ല. നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ആ ഫുഡ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനും പറ്റും. അത് തന്നെയായിരുന്നു നമ്മുടെ ഈ ഒരു കാര്യം പറയുന്നത്. നിങ്ങൾ തന്നെ സെർച്ച് ചെയ്ത് ഇതേപോലെ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ ദാറ്റ്സ് എനഫ്. നിങ്ങൾ പിന്നെ അത് മറന്നു പോകത്തില്ല. ഇപ്പൊ ഇതിനകത്ത് തന്നെ ലില്ലി ഡ്രിസ്കോസ്, വെർജിനിയ ഉൾഫിന്റെ വെരി ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് ആണ് ദ ലൈറ്റ് ഹൗസ്. പല പ്രാവശ്യവും ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ വരുന്ന ഒരു വർക്കാണ് ലൈറ്റ് ഹൗസ്. അതേപോലെ ഉലീസസ് വരാറുണ്ട്. 1984 ബൈ ജോർജ് ഓർവെൽ, ബിഗ് ബ്രദർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ട്. പിന്നെ ജെയിൻ ഓസ്റ്റിന്റെ പ്രൈഡ് ആൻഡ് പ്രജുഡീസിൽ നമുക്കൊരു പർട്ടിക്കുലർലി ഒരു പേഴ്സൺ ആണ് അതിന്റെ പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. എലിസബത്ത് ആയിരിക്കാം, അങ്ങനെ പലരും. ഇപ്പൊ നമുക്ക് ബെന്നറ്റ് ഫാമിലി നമുക്ക് ഒരുമിച്ച് ഒരു വേർഡ് പറയാൻ പറ്റും. മോബി ഡിഗ് എന്ന് പറയുന്ന വർക്കിലെ ക്യാപ്റ്റൻ അഹാബാണ് അതിന്റെ പ്രൊട്ടാഗണിസ്റ്റ് ആയിട്ട് വരുന്നത്. ഫമീല എന്ന് പറയുന്ന വർക്കിൽ ഫമീല ആൻഡ്രൂസ് ആണ് അതിന്റെ പ്രൊട്ടാഗണിസ്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതേപോലെ ലിസ്റ്റ് നിങ്ങൾ തന്നെ കസ്റ്റമൈസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ മെമ്മറിക്ക് ഭയങ്കര ഭയങ്കര ഒരു സപ്പോർട്ടിങ് കാര്യമായിരിക്കും. നിങ്ങൾക്ക് കൂടുതലായിട്ട് മെമ്മറൈസ് ചെയ്യാനായിട്ട് സാധിക്കും. The novelist who created the characters Tom Sawyer and Huckleberry Finn, അത് ആരാണ്? മാർക്ക് ട്വെയിൻ ആണ്. ഞാൻ ഇവിടെ അതിന്റെ കൂടെ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നില്ല, കാരണം നിങ്ങൾക്കതൊരു ആവർത്തന വിരസതയായിട്ട് ഫീൽ ചെയ്തേക്കാം. പക്ഷേ the one and only tip or the one and only trick to crack these kind of questions is preparing list. നമ്മളെല്ലാവരും കുറുക്ക് മാർഗങ്ങൾ അന്വേഷിച്ചു പോകുന്നവരാണ്. അപ്പൊ നമുക്ക് അതുപോലെ ഒരു മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കുറുക്ക് ചോദ്യമാണ് ഇതെന്ന് പറയുന്നത് ഈ പാറ്റേണിൽ. കറണ്ട് അഫയേഴ്സ് റിഗാർഡിംഗ് ലിറ്ററേച്ചറിൽ എപ്പോഴും അപ്ഡേഷൻസ് സംഭവിക്കുകയാണ്. ഇപ്പൊ ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ എവിടെയെങ്കിലും ഒരു വർക്കിന്റെ പബ്ലിക്കേഷനോ ഒരു ട്രാൻസ്ലേഷനോ എന്തെങ്കിലുമൊക്കെ അപ്ഡേഷൻസ് സംഭവിക്കുന്നതാണ്. അപ്പൊ 2023 കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ലിറ്ററേച്ചറിൽ സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ റെഡിലി അവൈലബിൾ ആണ്. അപ്പൊ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരു കുറുക്ക് ചോദ്യമാണ്, ഒരു കുറുക്ക് മെത്തേഡാണ്, നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം കൂടിയാണ്. സൽമാൻ റുഷ്ദി's latest novel published in 2023. It is Victory City. Victory City, not Victory, it's Victory City. ഇത് ഞാൻ ഗൂഗിളിൽ നിന്ന് സ്ക്രീൻഷോട്ട് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇതെല്ലാം തന്നെ 2023 സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. സൽമാൻ റുഷ്ദി ഫസ്റ്റ് എവർ ലൈഫ് ടൈം ഡിസ്റ്റർബിംഗ് ദ പീസ് അവാർഡ്. ഓക്കെ, അത് സൽമാൻ റുഷ്ദി കാണിച്ചൊരു കാര്യമാണ് അല്ലേ. പിന്നെ ഹാർപ്പർ കോളിംഗ്സ് ഇന്ത്യാസ് പ്രസൻസ് കാശ്മീർ, ദ ബുക്ക് 3 ഓഫ് പാർട്ടീഷൻ ട്രിലോജിയുടെ മൂന്നാമത്തെ ബുക്കിന്റെ പബ്ലിക്കേഷൻ നടന്നിട്ടുണ്ട്. നന്ദിനി ഹരിദാസ്, ഷീസ് എൻ ഇന്ത്യൻ ബോൺ റൈറ്റർ ആണ്. named the winner of 2023 British Academic Book Prize for Global Cultural Understanding. ഏത് ബുക്കിനാണ് കിട്ടിയത്? Courting India, England, Mughal India and the Origins of Empire. അതുപോലെ ഇന്ത്യൻ ഒറിജിൻ ഓതർ ആയിട്ടുള്ള ചേതന മാറു, അവരുടെ ബുക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ബുക്ക് പ്രൈസിലേക്ക്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എന്താണ് നമ്മുടെ ലിറ്ററേച്ചറിൽ സംഭവിക്കുന്നുണ്ട്. ലിറ്ററേച്ചർ റിഗാർഡിംഗ് കറണ്ട് അഫയേഴ്സ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഒരു മാർക്ക് ഉറപ്പിക്കാവുന്ന ചോദ്യമാണ്. Which poet suffered from blindness and wrote his sonnet on blindness? നിങ്ങൾക്കറിയാം, ഓണസ്റ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞ ജോൺ മിൽട്ടന്റെ വർക്കാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഇപ്പൊ ജോൺ മിൽട്ടന്റെ വർക്ക്സിൽ നമ്മൾ എപ്പോഴും ഫെമിലിയർ ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പാരഡൈസ് ലോസ്റ്റ്, പാരഡൈസ് റീഗെയിൻഡ്, അതുപോലെ അരിയോപജറ്റിക്ക, ഇങ്ങനത്തെ കുറച്ച് വർക്ക്സ് ആണ്, ലെസ്ഡേഴ്സ്, ഇങ്ങനത്തെ കുറച്ച് വർക്ക്സ് ആണ് നമ്മുടെ മൈൻഡിലേക്ക് വരിക. അപ്പൊ ഓരോ ഓതേഴ്സിന്റെയും നമുക്കിങ്ങനെ ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും. ഓക്കെ, ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ അതിന്റെ
ടോപ്പ് ക്രീമി ലെയറിലെ വർക്ക്സ് നമുക്ക് നല്ല ഫെമിലിയർ ആയിരിക്കും. അതായത് ഒരു ഓതറിന്റെ നമ്മളൊരു ട്രയാങ്കിൾ വരയ്ക്കുവാണെങ്കിൽ അതിന്റെ നമ്മൾ പണ്ട് ക്ലാസിഫിക്കേഷനിൽ ലോവർ ക്ലാസ്, മിഡിൽ ക്ലാസ്, അപ്പർ ക്ലാസ്, ഓക്കെ, അങ്ങനെയല്ലേ വരയ്ക്കി വെക്കുക. അപ്പോൾ ഒരു ഓതറിന്റെ വർക്ക് ട്രയാങ്കിൾ ചെയ്യുകയാണെങ്കിൽ താഴെ ആളുടെ ഏറ്റവും നമുക്ക് അത്ര ഫെമിലിയർ അല്ലാത്ത വർക്ക്, ഒരു മീഡിയം ഫെമിലിയർ, ഏറ്റവും ടോപ്പ് ലെവലിലെ വർക്ക്സ് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. പക്ഷെ എന്നാൽ ഈ ഡൗൺ ലെയറിലും മീഡിയം ലെവലിലും വരുന്ന വർക്ക്സ് നമുക്ക് അത്ര ഫെമിലിയർ ആയിരിക്കില്ല. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ട്രയാങ്കിൾ വരച്ചിട്ട് ഈ വർക്ക്സിനെ കാറ്റഗറൈസ്, നിങ്ങൾക്ക് പെട്ടെന്ന് അവരുടെ ഫേമസ് വർക്ക്സിലേക്കും അത്ര ഫേമസ് അല്ലാത്ത വർക്ക്സിലേക്കും നിങ്ങൾക്ക് ഒരേപോലെ ഒരു ഐ കോണ്ടാക്ട് കിട്ടും. അപ്പോൾ ഒരു ഓതറിന്റെ ഏറ്റവും ഫേമസ് വർക്ക്സും പഠിക്കണം, അദ്ദേഹത്തിന്റെ ഫേമസ് അല്ലാത്ത വർക്ക്സും പഠിക്കണം. കാരണം നമുക്ക് എവിടെ നിന്നാ ചോദ്യങ്ങൾ വരിക എന്നറിയില്ല. ഫേമസ് ആയിട്ടുള്ള റൈറ്റേഴ്സ് ഡ്രൈഡൻ, മിൽട്ടൺ, പോപ്പ്, അതുപോലെ ബെൻ ജോൺസൺ, ഷേക്സ്പിയർ, മാർലോ, ഇവരുടെയൊക്കെ ഇങ്ങനെ വർക്ക്സിനെ നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. Which of the pilgrim is described by Chaucer as a lover and a lusty bachelor? നമുക്കറിയാം സ്ക്വയർ ആണ്. നമുക്ക് ചോസറിന്റെ പ്രൊലോഗും ക്യാരക്ടേഴ്സും ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇസ് വെരി റയർ. അത് സെറ്റ് ആയിക്കോട്ടെ, കെറ്റ്സ് ആയിക്കോട്ടെ, നെറ്റ് ആയിക്കോട്ടെ, എല്ലാ പ്രാവശ്യവും ചോദ്യങ്ങൾ ആവർത്തിച്ച് വരുന്ന ഒരു മേഖലയാണ് ചോസറിന്റെ പ്രൊലോഗ് എന്ന് പറയുന്ന ക്യാരക്ടർ. ചോസറിന്റെ ക്യാരക്ടേഴ്സ്, പ്രൊലോഗ്, അവരുടെ ഫീച്ചേഴ്സ്, എത്ര പേരുണ്ടായിരുന്നു, അവർ പറഞ്ഞ കഥ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ടത് വളരെ 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 അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, നൈറ്റ്, പ്രയറസ്, ഫയർ, മർച്ചന്റ്, മാൻ ഓഫ് ലോ, ക്ലറിക്, ഫ്രാങ്ക്ലിൻ, പിന്നെ കൂക്ക്, ഷിപ്മാൻ, ഫിസിഷ്യൻ, വൈഫ് ഓഫ് ബാത്ത്, പാർസൺ, പ്ലോമാൻ, മാൻസിപ്പിൾ, മില്ലർ, റീവ്, സമ്മണർ, പാർട്ട്ണർ. ഇത് എല്ലാ പ്രാവശ്യവും ഇങ്ങനെ തന്നെ ഇവരുടെ ക്യാരക്ടേഴ്സ് ചോദിക്കണമെന്നില്ല. എത്ര ലേഡി ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു, എത്ര ഈ പറഞ്ഞതുപോലെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുണ്ടായിരുന്നു, എത്ര ലോവർ ക്ലാസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. എത്ര ക്യാരക്ടേഴ്സ് എന്ന് ചോദിക്കുമ്പോൾ അത് 29 പിൽഗ്രിംസ് ആണ്. അതിന് ഒരു കൺഫ്യൂഷനും വേണ്ട. ആ 29 പിൽഗ്രിംസിന്റെ കൂടെ ചോസർ പോകുമ്പോഴാണ് 30 മാറുന്നത്. ഇവരെ കൂടാണ്ട് നമ്മൾ ഹാരി ബെയ്ലി, ടെബാർഡിനിന്റെ ഹോസ്റ്റ് ആയിട്ടുള്ള ഹാരി ബെയ്ലിയെ കൂടി ആഡ് ചെയ്യുമ്പോഴാണ് അത് 31 മാറുന്നത്. 4 പോകുന്ന വഴിക്ക് അങ്ങോട്ട് 2 തിരിച്ചു വരുന്ന വഴിക്ക് 2, അങ്ങനെ ഒരാൾ 4 പറയണമെന്നായിരുന്നു. അപ്പൊ ചോസർ ഉൾപ്പെടെ നമ്മൾ നോക്കുവാണെങ്കിൽ 4 × 30 120 ടെയിൽസ്. പക്ഷെ 24 ടെയിൽസ് ആണ് കംപ്ലീറ്റ് എന്ന് പറയാവുന്നത്. പക്ഷെ അതിൽ 22 മാത്രമാണ് കംപ്ലീറ്റ് ടെയിൽസ്, 2 ഇൻകംപ്ലീറ്റ് ആണ്. അപ്പൊ എത്ര ടെയിൽസ് എഴുതിയതാണ് ക്വസ്റ്റൻ എങ്കിൽ അതിന്റെ ആൻസർ 24 ആണ്. എത്ര എണ്ണം കംപ്ലീറ്റ് ആക്കിയെങ്കിൽ അത് 22 ആണ്. Ecofeminism combines the concerns of dash: woman and nature, woman and theory, woman and history, colonialism and woman. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്കറിയാം, ഈ ഒരു വേർഡിൽ നിന്ന് തന്നെ നമുക്ക് ഈസിലി ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇക്കോ പ്ലസ് ഫെമിനിസം, അതായത് വുമൻ പ്ലസ് നേച്ചർ. എന്തുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയെന്നാൽ ഇതേപോലെ ലിറ്ററേച്ചറിലെ എമേർജിംഗ് ട്രെൻഡ്സ്, പുതിയതായിട്ട് വരുന്ന ട്രെൻഡ്സുകളെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായൊരു ക്ലാരിഫിക്കേഷൻ വേണം. അതിൻ്റെ എല്ലാം ഫോർദർ ഡീറ്റെയിൽസും ഫോർദർ കാര്യങ്ങളും ഒന്നും അറിഞ്ഞു പോയില്ലെങ്കിലും അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഏരിയ എന്താണെന്നും അതിൽ വരുന്ന റൈറ്റേഴ്സ്, അവരുടെ ഫേമസ് ആയിട്ടുള്ള ഏതെങ്കിലും വർക്ക്സ് ഉണ്ടെങ്കിൽ അത് അത്ര നോക്കിയാൽ മതിയോ. ഫീമെയിൽ യൂണിറ്റ് ആസ് എ വർക്ക് ബൈ ജെറേം ഗ്രീൻ. ഇതുപോലെ ഫെമിനിസം, കൊളോണിയലിസം, ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക. ഫെമിനിസവും കൊളോണിയലിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള റൈറ്റേഴ്സും അവരുടെ ഫേമസ് റൈറ്റിംഗ്സിന്റെ ലിസ്റ്റ് ഉറപ്പായിട്ടും പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട്. Which of the following is not true about Spenserian stanza? Spenserian stanzയുമായി ശരിയല്ലാത്തത് ഏതാണ്? It contains 8 line in iambic pentameter. പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് തെറ്റായിട്ട് തോന്നും. കാരണം എന്താണ്? സ്പെൻസറിയൻ സ്റ്റാൻസയിൽ 9 ലൈൻ ഉണ്ട്. പക്ഷെ 8 ലൈനാണ് അയാംബിക് പെൻഡാമീറ്ററിലുള്ളൂ. ഒരു ലൈൻ അലക്സാൻഡറിലാണ്. എന്നാൽ റൈം പാറ്റേൺ ഇതല്ല. ഈ ഫോം ഇൻവെന്റ് ചെയ്തത് എഡ്മണ്ട് സ്പെൻസർ ആണ്. അപ്പോൾ റൈം പാറ്റേൺ പറയുന്ന ആ ഒരു പോയിന്റ് ആണ് തെറ്റായിട്ടുള്ളത്. Pick out a novel written in stream of consciousness mode by a woman writer. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഉലീസസ് ഒക്കെ കൈൻഡ് ഓഫ് എ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് വർക്ക് ആണ്. പക്ഷെ അത് ആരെഴുതിയ വർക്കാണ്? ജെയിംസ് ജോയ്സ് എഴുതിയ വർക്കാണ്, വുമൺ റൈറ്ററിന്റെ വർക്ക് അല്ല. ചോദ്യം എന്താണ്? വുമൺ റൈറ്റർ എഴുതിയത് ടു ദ ലൈറ്റ് ഹൗസ്, അത് ആരുടെ വർക്കാണ്?
വെർജിന ഉൾഫിന്റെ അതാണ്. ടു ദ ലൈറ്റ് ഹൗസിനെ പറ്റി എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ടു ദ ലൈറ്റ് ഹൗസിന്റെ 3 പാർട്സ് ചോദിക്കാറുണ്ട്, പ്രൊട്ടാഗണിസ്റ്റ് ചോദിക്കാറുണ്ട്, പെയിന്റർ ആയിട്ടുള്ള ക്യാരക്ടർ ആരാന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ടു ദ ലൈറ്റ് ഹൗസുമായി ബന്ധപ്പെട്ട്. സോ ഉറപ്പായിട്ടും ആ വർക്ക് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. ഇതുപോലെ റിപ്പീറ്റഡ്ലി വരുന്ന കുറച്ച് വർക്ക്സ് ഉണ്ട്, അത് ഒന്ന് നോക്കിയിട്ട് വേണം പോകാനായിട്ട്. Who among the four given below is a strong advocate of new historicism? Stephen Greenblatt. T.S. Eliot, well-known poem published in 20th century is ഇത് ശരിക്കും ഞാൻ ഈ ചോദ്യം ഉൾപ്പെടുത്താൻ കാരണമുണ്ട്. നമുക്ക് ടി.എസ്. എലിയട്ടിന്റെ ഈ ഒരു വർക്ക് നമുക്കറിയാം വേസ്റ്റ് ലാൻഡ് ആണ് എന്നറിയാം, പക്ഷെ കൃത്യമായി ടൈറ്റിൽ നമുക്കറിയില്ല. ഇത് നോക്കിക്കേ, വേസ്റ്റ് ലാൻഡ് ഉണ്ട്, ദ വേസ്റ്റ് ലാൻഡ് ഒരുമിച്ച് എഴുതിയേക്കാണ് വേസ്റ്റ് ലാൻഡ് എന്ന്. വേസ്റ്റ് ലാൻഡ് 1922, ദ വേസ്റ്റ് ലാൻഡ്. നമുക്കറിയുന്ന, നമുക്ക് ഏറ്റവും ഉറപ്പുള്ള ഒരു ചോദ്യം പോലും നമ്മളെ കുഴപ്പിച്ചേക്കുവാണ്. ഓക്കെ, അപ്പൊ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ടൈറ്റിൽ വരുന്നത് ദ വേസ്റ്റ് ലാൻഡ് എന്നാണ്. അപ്പൊ വർക്ക്സ് പഠിക്കുമ്പോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ നോക്കണം കേട്ടോ. സോ ഹോപ്പ് യു ആർ ലൈക്ക് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഈ പറഞ്ഞതുപോലെയൊക്കെ പ്രിപ്പറേഷൻസ് ഇനി ഇപ്പൊ പെട്ടെന്ന് പോസിബിൾ അല്ല, ഇങ്ങനെ ഒരു കാര്യം കേട്ട് കഴിയുമ്പോൾ എനിക്ക് ഇങ്ങനെ പഠിക്കണമായിരുന്നു എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ്. നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ പ്രിപ്പയർ ചെയ്യുക. പക്ഷെ അത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള രീതിക്ക് വേണം പ്രിപ്പയർ ചെയ്യാനായിട്ട്. എന്നിട്ട് എക്സാമിന് പോവുക. ഓക്കെ, താങ്ക് യു.